എന്തൊക്കെയാണ് വിശേഷം? ഞങ്ങളുടെ അടുത്ത് പറയാനുള്ള നടികർ വിശേഷം എന്തൊക്കെയാണ്? നടികർ വിശേഷം ഇവരെല്ലാവരാണ്. ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. ഒരുപാട് സന്തോഷമുണ്ട്. ഇറ്റ്സ് എ പാഷനറ്റ് മൂവി. എനിക്ക് എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി. പിന്നെ വീണ്ടും ടോവിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക്ക് സൂപ്പർബ്ലി ഹാപ്പി ആൻഡ് having to share a movie with Bhavna. It's like amazing for me. So thank you to Alan and Anoop and everyone and Jean. Thank you so much for this. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും 2 മണിക്കൂർ 3 മണിക്കൂറായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. സന്തോഷമായില്ലേ ടോവിനെ കണ്ടപ്പോൾ? അപ്പോൾ അതാണ് സന്തോഷമായില്ലേ ടോവിനെ കണ്ടപ്പോൾ എന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ നിന്ന് നേരത്തെ ഇത് പറഞ്ഞപ്പോൾ ടോവിന്റെ കൂടെ വേറൊരു റോള് കൂടി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽ ഷി വാസ് ബ്ലഷിംഗ്. അല്ലേ? സോ ആൻഡ് ഹൗസ് ദിസ് എക്സ്പീരിയൻസ് ഇവിടെ കൊച്ചിയുടെ ഹൃദയം എന്ന് നമ്മൾ പറയുന്നല്ലോ, ന്യൂ മോളിൽ വന്ന് നിന്ന് ഹിയർ ഫോർ യുവർ മൂവി, ഫോർ യുവർ അപ്കമിംഗ് മൂവീസ്. എല്ലാ ആഴ്ചയും ഞാനിവിടെ വരാറുണ്ട്. സോ അപ്പോൾ എനിക്ക് ഇറ്റ്സ് ലൈക്ക് കമ്മിങ് ഹോം. ഐ എം എ മോൾ ഗേൾ. സോ അപ്പോൾ എനിക്ക് എപ്പോഴും എല്ലാ ആഴ്ചയും ഞാൻ ഒന്നുകിൽ സിനിമ കാണാൻ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മേടിക്കാനായിട്ട് ഇവരെല്ലാവരും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈക്ക് ഒരു എന്താ പറയുക, നമ്മുടെ സിനിമയുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അത് very special feeling ആണ്. Very happy. Yes, so thanks a lot for joining us. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാം for Divya Pillai. Very happy that you joined us this day. I'll get you back. Yes, ചന്തു മലയാളികളുടെ മറ്റൊരു ഹിറ്റ് ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സലിമേട്ടൻ, അതെന്തായിരുന്നു ആ ഒരു ഭാവം? ഒന്നുമില്ല. ഓക്കെ, സോ ആദ്യം അച്ഛൻ്റെ ആ ഒരു ടൈറ്റിലായിരുന്നു, പക്ഷെ ഇപ്പോൾ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു ഹവ് വൺ ഇറ്റ് ബൈ യുവർ സെൽഫ്. സോ എന്താണ് നമ്മളുടെ ലുലുവിലുള്ള ഇവരോട് എല്ലാവരോടും പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. അതിൽ എനിക്ക് നടികറിനെ പറ്റിയാണ് പറയാനുള്ളത്. ജീൻചേൺ എന്നതാ അടിച്ചു കഴിഞ്ഞ് ന്യൂസ് അടിക്കാൻ നീ അടിക്കണല്ല. നടികറിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്തത്. അതായത് ഞങ്ങൾ നടികറിന്റെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലും മഞ്ഞുമല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലും നടികറിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ആളാവാനായിട്ട് അവസരം ഒരുക്കി തന്ന ആളാണ് ജീൻചേട്ടനോട് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അവിടെ ഞാൻ തോറ്റില്ല. ജീൻചേട്ടൻ്റെ പടം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ എല്ലാവരോടും അലഞ്ചേട്ടൻ, അനുപേട്ടൻ എന്ന് പറഞ്ഞ എവിടെ അനുപേട്ടനെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയ അനുപേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്. പുള്ളിക്ക് ഞാൻ അനിയനെ പോലെ. എല്ലാവരും ലാലങ്കിലേക്ക് ഒരു മൂവിയുടെ പാട്ടാകുന്നു പറ്റിയതിൽ അത് നടികറിന്റെ ഒരു ഫസ്റ്റ് കോള് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ പടമാണ്, നീ എന്തായാലും പോയി ചെയ്യണം, കഥയോ വഴക്കൊന്നും കേൾക്കൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛൻ്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശിപ്പെടണം, ഫസ്റ്റ് ഹിറ്റ് തെങ്കാശിപ്പെടണം. അത് ലാലങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ ഇത് നടികറും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. അല്ല, അതെനിക്ക് തോന്നുന്നു പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഇപ്പോൾ മഞ്ഞുമലിന്റെ കഥ പറഞ്ഞു, അതൊരു ഹിറ്റായി. ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടിയാവട്ടെ, അല്ലേ? എന്തായാലും ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു? ഈ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ചന്തുവിനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. ഇല്ലേ? അതെ, കണ്ടില്ലേ? താങ്ക് യു. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും വന്ന് പറയണ പോലെ തന്നെ മെയ് 3 പടം റിലീസാവും, വന്ന് കാണാം. താങ്ക് യു. അതെ, വന്ന് കാണാൻ വിജയിപ്പിക്കുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. എല്ലാ ഒരു സിനിമയിലും നായകന്റെ ഒരു ഫ്രീക്ക് കൂട്ടുകാരനുണ്ടാവില്ലേ, അതാണ് ബാലു. ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും ആ ഒരു സ്പേസ് എല്ലാവരുടെ മനസ്സിലുണ്ട്, ലൈക്ക് നെക്സ്റ്റ് ഡോർ ബോയ്. സോ എന്താണ് നടികർ വിശേഷം? ഹലോ, അടിപൊളി. എനിക്കറിയായിരുന്നു എടപ്പള്ളിയിൽ നമ്മുടെ ലുലു മോളൊരു പരിപാടി വെച്ച് ഞാൻ കലക്കുമെന്ന്. കാര്യം എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഇതും എൻ്റെ വീട് പോലെയാണ്. എല്ലാ ദിവസവും ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു 2 ദിവസമെങ്കിലും വരുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റി. ജീജാൻ്റെ പടം നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നൊരു നമ്മളൊരു കലക്കൻ സിനിമ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ വന്ന് നിൽക്കാൻ പറ്റിയിട്ട് വളരെ സന്തോഷം.
കൂടുതൽ തള്ളിമറിക്കുന്നൊന്നുമില്ല. 3-ാം തീയതി പടം ഇറങ്ങുകയാണ്. നല്ല പടമാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള സിനിമയാണ്. സോ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു. എന്താണ് ഞങ്ങൾ ബാലുവിനെ കാണാനായിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കേണ്ടത് നടികറിൽ? എന്നെ കാണാൻ മാത്രമല്ല, ഈ ശരിക്കും ഈ പടം ഇപ്പോൾ ഈ പോസ്റ്റർ കാണുമ്പോൾ ഭയങ്കര അടിച്ചുപൊളി മാത്രമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ നമ്മൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അയാളുടെ ജീവിതമാണ് മൊത്തം നമ്മൾ കാണിച്ചു പോകുന്നത്. അയാളുടെ അപ്സ് ആൻഡ് ഡൗൺസും കുറേ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കലക്കൻ സിനിമയാണ് നടുക്കൻ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഒരു നല്ല കൈയടി കൊടുക്കാം. താങ്ക് യു മാൻ. ബേസിക്കലി ഒരു സെലിബ്രേഷൻ ഓഫ് സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അടിപൊളി. ഞാൻ കുറെ സംസാരിക്കുന്നു പറഞ്ഞു വന്ന ആളാട്ടോ. ഞാൻ ചോദിച്ചിരുന്നു സുനിച്ചേട്ടൻ സംസാരിക്കില്ല, ഞാൻ സംസാരിക്കും, സൂപ്പറായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞു വന്നായിരുന്നു. ഒരു വാക്ക് പറഞ്ഞിട്ട് തിരിഞ്ഞു അടുത്ത ചോദ്യം ചോദിച്ചു. ഹൗ ഡു യു ഫീൽ ലൈക്ക് എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ട് ഇവിടെ കൊച്ചിയിൽ നമ്മുടെ ലുലു മോളിൽ എത്തിയിട്ട് നിങ്ങൾക്കിതൊരു സെക്കൻഡ് ഹോം പോലെ തന്നെയാണോ? ലുലു മോൾ ഇടയ്ക്ക് വരുന്നൊരു സ്ഥലമാണോ? അതെ, നമ്മുടെയൊരു സ്വന്തം വീട് പോലെ തന്നെയുള്ളൊരു സ്ഥലമാണ്. എപ്പോഴും വരാറുണ്ട്. അപ്പം ഇത്രയും ക്രൗഡും നമ്മുടെ പടത്തിന് കിട്ടിയ സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. നമ്മളതിനിട്ട എഫേർട്ടിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ മോൻ എബ്രമും ജോർദാനും രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പോൾ ആർഷയുണ്ട്. ആക്ച്വലി എൻ്റെ ഐഡിയ എനിക്ക് കിട്ടുന്ന ആർഷയെന്നാണ്. എൻ്റെ വൈഫാണ് ഇങ്ങനെ ഒരു ആക്ടറിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ആർഷ ഓക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടി, എനിക്ക് ഏറ്റവും കടപ്പാട് എൻ്റെ ക്രിക്കറ്റ് ടീമിനോടാണ്. എവല്യൂഷൻ ക്രിക്കറ്റ് ക്ലബ് ഐഡിയാസ്. അപ്പോൾ ജീൻ്റെ ക്ലബ്ബാണ്. ഞാൻ അതിൽ കളിച്ചുകൊണ്ടാണ് ആക്ച്വലി സിനിമ സംഭവിക്കുന്നത്. സ്പെഷ്യൽ താങ്ക്സ് ടു സമദ്. എല്ലാവരും ടീമിൽ കളിച്ചെല്ലാവരും. നമ്മുടെ എഡിറ്റർ ടീമിൽ കളിക്കുന്ന രതീഷ്, അനൂപ് പ്രൊഡ്യൂസർ വളരെ ക്യാപ്റ്റനായിരുന്നു, ജീനാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ. അപ്പോൾ ചന്തു എൻ്റെ ടീമിലോട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ടീമിന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. തീർച്ചയായിട്ടും. ആൻഡ് ഭാര്യയാണ് ഈ ഒരു കഥക്കുള്ളൊരു ആ ഒരു ക്യൂ തന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ കഥ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്, അത് ഡെവലപ്പ് ചെയ്തിരുന്ന സമയത്ത് തന്നെ മനസ്സിലുണ്ടായിരുന്ന മുഖം തന്നെയാണോ അത്? അതെ, തീർച്ചയായിട്ടും. അതായത് നമ്മൾ എഴുതുമ്പോൾ എനിക്ക് മുഖമൊന്നും മനസ്സിലില്ലായിരുന്നു. പക്ഷെ അത് എഴുതി കഴിഞ്ഞ് ഞാൻ ഇച്ചിരി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ടോവിനോണ്. ബിക്കോസ് ഞാൻ പൊക്കി പറഞ്ഞതല്ല, ഹോളിവുഡിൽ നമ്മൾ ടോം ക്രൂസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഒരു ഫീൽ ഉണ്ടല്ലോ. അത് ബേസിക്കലി എനിക്കൊന്ന് മലയാളത്തിൽ ചെറുതായിട്ട് ഞാൻ വന്നു. ഞാനിടയ്ക്ക് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് പുള്ളിക്കാൻ അറിയാതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈസ് ദ സൂപ്പർ സ്റ്റാർ. ഡേവിഡ് പടിക്കലിന് ഏറ്റവും സ്യൂട്ടാവുന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈറ്റിലും സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ അല്ലേ? യെസ്. സോ എനിവേ താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഒരു നല്ല കൈയടി കൊടുക്കാം ഫോർ സോവൻ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അല്ലെ, ഞാൻ പ്രൊഡ്യൂസറിനെയാണ് വിളിച്ചത്. ഇതെന്താ സംഭവം? മുമ്പോട്ട് പോകാൻ മറ്റേ രാജമൗലി ഒന്നും കാണണ്ട. ഇനി ഒരു ബാഹുബലി വന്നു കഴിഞ്ഞാൽ വില്ലൻ ഇവിടെ സെറ്റാ. യെസ്, എന്തൊക്കെയാണ് നമ്മുടെ നടികർ വിശേഷങ്ങൾ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വന്നതിനെല്ലാം. നിങ്ങൾ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ്. ഞാനൊരു 4 മണിക്ക് ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഇതിനടുത്ത് തന്നെ ജനം ഉണ്ടായിരുന്നു ഇവിടെ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ May 3 വി കമ്മിങ് ടു തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. നല്ലൊരു സിനിമയാണ്. ഈ പറഞ്ഞ പോലെ ഇതൊരു കൊമേഴ്ഷ്യൽ എലമെൻറ്റ് മാത്രമല്ല ജീനു, അതിനകത്ത് ഒത്തിരി ലോട്ട് ഓഫ് ലെയേഴ്സ് ടു ദ മൂവി. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രാർത്ഥിക്കണം, വിജയിപ്പിക്കണം. താങ്ക് യു. May 3 തിയേറ്ററിലേക്ക് വരിക പ്ലീസ്. അടിപൊളി, സൂപ്പർ അല്ലേ? ഷോർട്ട് ആൻഡ് സ്വീറ്റ് നമ്മൾ ഇതിനെയാണ് പറയുന്നത്. നമ്മുടെ മൈത്രി മൂവി മേക്കേഴ്സ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ, അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അതിന്റെ പിറകിലും? മൈത്രി മൂവി മേക്കേഴ്സ് വരുന്നത് ഞങ്ങൾ ഈ പ്രോജക്റ്റ് കൺസീവ് ചെയ്ത് ഇത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ വെച്ച് പപ്പ ദാറ്റ്സ് ലാൽ സർ ഒരു പ്രോജക്റ്റിൽ ഹി വാസ് ആക്ടിങ് ഇൻ വൺ ഓഫ് ദ മൂവീസ്. അപ്പം എന്തോ കഥ പറയുന്ന സമയത്ത് പപ്പ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് എൻ്റെ മകനാണ്. അപ്പം ഇതുവരെ ഞങ്ങളതിൻ്റെ റൈറ്റ്സ് മേടിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പം കെൻ വി ഡു പ്രൊഡ്യൂസ് വൺ ഓഫ് ഹിസ് മൂവീസ് എന്ന് പറഞ്ഞു. അപ്പം ദെൻ പപ്പ വിളിച്ചു പറഞ്ഞേടാ ഒന്ന് യു ഗൈസ് ട്രൈ ആൻഡ് ടോക്ക് ആൻഡ് സീ ഇഫ് ഇറ്റ് വിൽ വർക്ക്. അങ്ങനെയാണ് അവർ വരുന്നത്. ആൻഡ് ഗോഡ്സ് ഗ്രേസ് ഇറ്റ് ഓൾ വർക്ക്ഡ് ഔട്ട് ആൻഡ് ഇറ്റ്സ് എ ബ്രില്യൻറ്റ് കൊളാബറേഷൻ. ഐ ഹോപ്പ് വി ക്യാൻ ക്യാരി ദിസ് ഫോർവേഡ് ആൻഡ് ഗിവ് എക്സലന്റ് റിസൾട്ട്സ്. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക്സ് എ ലോട്ട്. സോ ഒരു സെക്കൻഡ് ധൃതിയുണ്ടെന്ന് തോന്നുന്നു ഇല്ല? ഓക്കെ. കാരണം നിങ്ങളെ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞു, മെയിൻ റീസൺ ബിഹൈൻഡ് ഈ ഒരു കൊളാബറേഷനൊക്കെ കാരണമായ ഒരാൾ. സോ അദ്ദേഹത്തെ നമ്മൾ വേദിയിലേക്ക് വിളിക്കാൻ, എനിക്കറിയാം തന്നെ വിളിച്ച് ചിലപ്പോൾ വരില്ല എന്നറിയാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് ഒന്ന് ജോയിൻ ചെയ്താൽ മതി, സംസാരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ ക്യാൻ യു
join us. ഒരു നല്ല കൈയ്യടി കൊടുക്കാം ladies and gentlemen. We have Lal Junior, Jean Lal Paul. വേണം? Oh yes, okay, അടിപൊളി. ഗൈസ് അപ്പോൾ ഇപ്പം ഇതിനു മുമ്പ് വന്നത് മഞ്ഞുമൽ ബോയ്സ് വേണ്ടിയിട്ടാണ്. അപ്പോൾ അഭിനയിച്ചു നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് സംസാരിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇതിപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സിനിമയാണ് ദിസ് മൈ ബേബി. ഇതിനെപ്പറ്റി ഒരുപാട് പൊക്കി പറയാനില്ല, എനിക്ക് ഒരുപാടൊന്നും പറയാനൊന്നുമില്ല, വാക്കുകളുമില്ല. അനുഗ്രഹിക്കുക, ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. Yes, thank you, thanks a lot. ഒരിക്കൽ കൂടി നല്ലൊരു കൈയ്യടി കൊടുക്കാം for these three people. Thank you, thanks a lot for joining us. Yes. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പബ്ലിക് ഇവൻ്റ്, ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത്. സോ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് പിന്നെ ജീൻ്റെ കൂടെ ഹനീബിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ അതിൻ്റെ സെയിം ടീം ആൻഡ് ക്രൂ. ടൊവിനോ ആണ് പുതിയ ആൾ. ഒരു ഫാമിലിയിലേക്ക് തിരിച്ചു വന്ന പോലെയാണ്. താങ്ക് യു സോ മച്ച്. ഈ മൂവിയുടെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെൻസ് ഉള്ള മൂവിയാണ്. എനിക്ക് തോന്നുന്നു സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ തീർച്ചയായിട്ടും മെയ് 3-ാം തീയതി തിയേറ്ററിലേക്ക് വന്ന് കാണുക. ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും പ്രതീക്ഷകൾ ഒരുപാടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം, ഹനീബിക്ക് ശേഷം ആ ഒരു ടീം, പക്ഷെ ആ ടീം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോനെയൊക്കെ കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോൾ സോ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തിയേറ്ററിലേക്ക് 3-ാം തീയതി എത്തേണ്ടത്? ഓൺ യുവർ പെർസ്പെക്റ്റീവ്. ഓക്കെ, ജീൻ്റെ മൂവിയാണ്. സോ ജീൻ്റെ മൂവി എങ്ങനെ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അതിൻ്റെ മേലെ ഇതിന് ഔട്ട് ആൻഡ് ഔട്ട് ടൊവിനോ തോമസ്, സൗബൻ ഷാഹിർ മൂവി. സോ അതിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതികളെല്ലാം ഉണ്ട്. ചിരിക്കാനുണ്ട്, വിഷമിപ്പിക്കാനുണ്ട്, ചിന്തിപ്പിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ എലമെന്റ്സും ഉണ്ട്. Okay, so once again a big round of applause to Bhavana. Thank you, thanks a lot for joining. ഹലോ, എങ്ങനെയുണ്ട് ട്രെയിലർ? ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് റെസ്പോൺസ് നിങ്ങളിൽ നിന്നാണ് അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ സിനിമ ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്കിതിൻ്റെ കഥ കേട്ടപ്പോൾ മുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറേ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സിനിമ സൗണ്ടില്ലേ? അടുത്ത് പിടിക്കണോ? സോറി, വീണ്ടും. അപ്പോൾ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണിത്. ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ, നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുണ്ട്, പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത്. ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇൻ്റർവ്യൂസും, ആക്ടേഴ്സിൻ്റെയൊക്കെ ഓരോ ഇൻ്റർവ്യൂസും, ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനപ്പുറം ഇവരുടെ ലൈഫ് എന്താണ്, നമ്മൾ ഈ കാണുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂറിലൊരു സിനിമ ഇവർ 100 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും 1 മിനിറ്റൊക്കെ ഫൂട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും ഒക്കെ കാണുന്ന പോലെ ഒരു അടിച്ചുപൊളിപ്പടം തന്നെയാണ്. പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവും എന്നെനിക്ക് ഉറപ്പുണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ണു നിറഞ്ഞേക്കാം, ഇടയ്ക്ക് കുറേ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും, ചിന്തിക്കാനുണ്ടായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത്. ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
അപ്പം ഇപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് സൂപ്പർ സ്റ്റാർ ആവാൻ. പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ. സുഖനും പിന്നെ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട്, അങ്ങനെ അല്ല അമ്മയായിട്ട് എന്ന് പറയാൻ പറ്റില്ല. നാളെ മകളായിട്ടും അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ സിനിമയിലെ ഡേവിഡ് പടിക്കലിൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻബാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ. കോയിൻസിഡൻഷ്യലി ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവരോട് പറയുന്നത് എൻ്റെ ആദ്യത്തെ നായിക കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയൊക്കെ കിട്ടുന്നത്, ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടാ ഓക്കെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം. ഞാൻ ഈ ഇരിക്കുന്ന ഓർഡറിലാണ് പറയണേ, ഹൈറാർക്കിലല്ലേ, നോക്കി പറയാമോ. പിന്നെ അനൂപും ഞാനും തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകൾ ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ്. അപ്പോൾ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളുണ്ട്. എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് അടുക്കാൻ പറ്റിയത്. ഈ സിനിമയ്ക്ക് 100% സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അല്ലനും. അത് തീർച്ചയായിട്ടും എളുപ്പമല്ല എങ്കിലൊരു സിനിമ ഇത്രയും സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെറ്റപ്പുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച് അലൻ. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല, ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ബോറടിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാർട്ട്ണറായിട്ടും വരുന്ന ആളാണ്. ശരീരമൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ത്രൂ ഔട്ട് ഈ സിനിമയുടെ കൂടെ നിന്നാലും ചന്തുവിനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് ഞാൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ ലൊക്കേഷനിൽ പോയപ്പോൾ ഒരു ബ്രീഫ്ലി ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സലിവേട്ടൻ്റെ കൂടെ 1-2 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിതിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലിവേട്ടൻ്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട്. അത് ഭയങ്കര രസമുള്ള, ആരെയും പ്ലീസ് ചെയ്യാത്ത, അത്യാവശ്യം വെട്ടി തുറന്ന് എന്നാൽ ഹ്യൂമറൊക്കെ ഉള്ള നല്ല രസമുള്ള ആളാണ്. അവർ നല്ല ഭാവിയുള്ള ആക്ടറുമാണ്. ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ വെളിച്ചത്തിൽ പറയാണ് ഓൾ ദി ബെസ്റ്റ്, ഗംഭീരമാണ്. ബാലു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ ഒന്നാം ലോകമഹായുധം എന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്രസിദ്ധപ്പയിലും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു. പക്ഷേ ഇപ്പോഴും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ വോംത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഈ സിനിമയിലാണെങ്കിലും ബാലുവും സൗഭികയും സുരേഷ് ഏട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങൾ 4 പേർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടായിരുന്നത്. വളരെ എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയുടെ നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമയിൽ എനിക്ക് ചെറിഷ് ചെയ്യാനുള്ള കുറേ മെമ്മറീസ് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ്. ഓക്കെ. പിന്നെ നമ്മുടെ ഡയറക്ടർ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതായത് ജീൻ പറയുന്നൊരു തമാശ എനിക്കും ഞാൻ പറയുന്നൊരു തമാശ ജീനും മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ്. ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കണം. അപ്പോൾ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും പെർഫോമൻസിൽ അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇംപ്രൂവൈസ് ചെയ്തും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് തന്ന വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കമ്പനി തന്ന എല്ലാവർക്കും നന്ദി. ചെയ്യുന്നു പ്രത്യേകിച്ച് നന്ദി. എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും ത്രൂ ഔട്ട് ദ ഷൂട്ട് കൂടെ നിന്നതിനും താങ്ക് യു സോ മച്ച്. ഇതിനാ കൊറിയൻ സിനിമയിൽ നിന്ന് വന്നപ്പോൾ പെൺകുട്ടിയെ പോലെ ഇരിക്കുന്ന ആ കുട്ടി ഒന്ന് എഴുന്നേറ്റ് വെക്കുമ്പോൾ ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഏക്തയാണ് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ. ഫസ്റ്റ് ടൈമാണ് ഏക്ത ഒരു സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്യുന്നത്. പക്ഷെ കണ്ടപ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ
കൺഗ്രാറ്റുലേഷൻസ്. പറ ഒരു ഹായ, ഒരു 1000 ഹായ്. നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞെടുക്കുന്നതായിരിക്കും ബുദ്ധി. ഓ എടാ ഇങ്ങനെയാണോ അവിടെ നിൽക്കുന്നത്? നീ എന്നെ ഇവിടെ നിന്ന് ആക്കിയത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചധികം സംസാരിച്ചു, ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും മെയ് 3-ാം തീയതി ഈ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഈ സിനിമ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം ഞങ്ങൾ അറിയിക്കുന്നതും കാത്തു. താങ്ക് യു സോ മച്ച്. അത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇനി മോളായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ബാക്കിൽ നിന്നപ്പോഴാണ് നരച്ചേക്കുന്നത് ഒറിജിനലാണോ? അല്ല, അത് അച്ഛനായിട്ട് അഭിനയിക്കാനുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി. അപ്പൊ ഒറിജിനൽ അല്ല, ഒറിജിനലാണ്. ഞാൻ നരപ്പിച്ച. ഓക്കെ, സോ ഈ ഒരു സിനിമയിൽ നമ്മൾ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഈ ഒരു അറ്റയറിനെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു അറ്റയർ ആണെങ്കിലും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഫുൾ കളർഫുൾ അറ്റയർസ് ആണ്. അപ്പൊ ഒരു കളർഫുൾ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ മലയാളികൾ? കാരണം നമ്മൾ തല്ലുമാല കണ്ടു, തല്ലുമാലയിലും ഇതുപോലൊരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എത്ര മേക്ക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അല്ല, ഇതില് കുറച്ചുകൊണ്ട് ഇതിൽ 3 സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമയുടെ ഗെറ്റപ്പുകളുണ്ട്. അതല്ലാതെ ഇയാൾ കുറച്ച് ഫ്ലാഷ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടുന്നതും അതൊക്കെ ക്യാരി ചെയ്യുകയും ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണ് ഇയാൾ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ്, ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട 2 പേരെ പറ്റി പറയാൻ വിട്ടുപോയി. സൗഭികയും സുരേഷ് ഏട്ടനും. അവർ 2 പേരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഈ ഫംഗ്ഷൻ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടാവണമെന്ന്. പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകാരുകൊണ്ട് അവർ 2 പേർക്കും വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവർ, ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ചെറിഷ് ചെയ്യുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി തന്നതിൽ പ്രധാനികളായിട്ടുള്ള 2 പേരും അവർ 2 പേരുമാണ്. പിന്നെയും നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുള്ളൂ. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക്സ് എ ലോട്ട്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ഞങ്ങൾ കുറച്ച് കണ്ടു ആ ഒരു ട്രെയിലറിൽ. ലൈഫ് സ്റ്റൈലിൽ റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണോ അതോ? അല്ല, കേൾക്കാം, ശബ്ദം കുറക്കാം. ഇത് അവര് സൗണ്ട് കുറയ്ക്കണുണ്ടോ? ഞാൻ പറയുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇത് ഒരിക്കലും എൻ്റെ ലൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ ലൈഫോ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്നതല്ല. പക്ഷെ എൻ്റെ ലൈഫിൽ നിന്നും പല ആക്ടേഴ്സിന്റെ ലൈഫിൽ നിന്നുമുള്ള ഇൻസിഡൻസും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസും ഒക്കെ ആയിട്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണ് ഡേവിഡ് പടിക്കൽ. ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളെ കാണാൻ, ഞങ്ങളുടെ ഈ ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമാവാൻ ഇവിടെ വന്നതിന്, ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന്, ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തതിന്, ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. സന്തോഷവും സമാധാനവും സംതൃപ്തിയും എപ്പോഴും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.